ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇതിപ്പോൾ രാവിലെ ഒരു 6 മണിയായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ രാവിലെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ജനൽ തുറന്ന് പുറത്തേക്കുള്ള കാഴ്ചയാണ്. നല്ല മഞ്ഞുണ്ട്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ നമ്മൾ തലേദിവസം വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമുക്ക് പുറത്തേക്ക് എടുക്കാം. വെജിറ്റബിൾസും പാലും എല്ലാം പുറത്തേക്ക് എടുക്കാം. കുഞ്ഞിന് സ്കൂളിൽ പോകണം, ഹസ്ബൻഡിന് ജോലിക്ക് പോകണം, അപ്പോൾ എനിക്കും ജോലിക്ക് പോകണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സാമ്പാറിനുള്ള പരിപ്പ് നമ്മൾ വേവിക്കാൻ വെക്കുവാണ്. രാവിലെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഞാനിന്ന് ദോശയും സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. പിന്നെ ചോറൊക്കെ റെഡിയാക്കണം. കുഞ്ഞിന് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കൊണ്ടുപോകണം. മോന് കുടിക്കാനുള്ള പാല് കാച്ചി വെക്കുകയാണ്. അപ്പോൾ അവ എഴുന്നേൽക്കുമ്പോൾ അത് തണുത്തിരിപ്പുണ്ടാവും. അപ്പോൾ പാല് കാച്ചി പാക്കറ്റ് എപ്പോഴും ഞാൻ കവർ പാല് വാങ്ങുമ്പോൾ പാക്കറ്റ് കഴുകിയിട്ടാണ് പൊട്ടിക്കാറ്. അതിലുള്ള അഴുക്കും പൊടിയൊന്നും ആവാതിരിക്കാനാണ്. അപ്പോൾ ഇതൊന്ന് റെഡിയാകുമ്പോഴത്തേക്ക് നമുക്ക് പുറത്തെ കാഴ്ചകളൊന്ന് കണ്ടിട്ട് വരാം. എനിക്ക് കറിവേപ്പില എടുക്കണമായിരുന്നു, അങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നല്ല മഞ്ഞും നല്ലൊരു പ്രത്യേക ഒരു വൈബാണ്, നല്ലൊരു ക്ലൈമറ്റാണ്. മഞ്ഞും തണുപ്പും ഒക്കെ ആയിട്ട് നല്ലൊരു കാഴ്ചയാണത്. നമുക്ക് അകത്തോട്ട് കയറുന്നതിന് മുന്നേ ഇന്നലെ തന്നെ ഞാൻ മെഷീനിൽ തുണിയെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. ആ മെഷീനും കൂടെ ഓണാക്കിയിട്ടിട്ട് അകത്തേക്ക് പോകും. നമ്മുടെ ജോലിയെല്ലാം കഴിയുമ്പോഴത്തേക്ക് തുണിയും റെഡിയായിരിക്കും. അപ്പോൾ പരിപ്പ് വെന്തിട്ടുണ്ട്. ഒരു 3 വിസിലടിച്ച് പരിപ്പ് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പച്ചക്കറി ഇട്ടിട്ട് ബാക്കി പൊടികളെല്ലാം ഇടാം. ഇവിടെ മുളക് പൊടി ഞാൻ ഇടത്തില്ല ഇപ്പോൾ ഈ ടൈമിൽ. ബാക്കി എല്ലാ പൊടികളും ഇടും, കാരണം കുഞ്ഞിന് മുളക് പൊടി എരിവൊട്ടും പറ്റത്തില്ല. അപ്പോൾ ബാക്കി എല്ലാ പൊടികളിട്ട് കഷ്ണങ്ങളെല്ലാം വേവിച്ചതിന് ശേഷം കടുക് തളിക്കുമ്പോൾ അവനുള്ളത് മാറ്റിയതിന് ശേഷം മാത്രമേ മുളക് പൊടിയും കൂടെ ഇട്ട് എടുക്കാറുള്ളൂ. മാവ് നല്ല പുളിച്ച് സെറ്റായിരിപ്പുണ്ട്. ദോശയ്ക്കാണ്. ഇതിനിടയ്ക്ക് തന്നെ എനിക്ക് കുറച്ച് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇടയ്ക്ക് ഞാൻ കുഞ്ഞിനുള്ള മീൻകറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അവന് എരിയിടാതെ ബാക്കിയെല്ലാം പൊടികളും ഇട്ടിട്ടുള്ള മീൻകറിയാണ് റെഡിയാക്കി. അപ്പോൾ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു. നമുക്കിനി പാക്ക് ചെയ്യാം. ഇത് ഹസ്ബൻഡിനുള്ളതാണ്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കൊണ്ടുപോയത്. ലഞ്ച് ഓഫീസിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ ഇത് മോനുള്ളതാണ്. അവനൊരു 2 ദോശ വയ്ക്കും. ഒരെണ്ണമൊക്കെ കഴിച്ചാലായി, എന്നാലും ഞാൻ 2 കൊടുത്തു വിടും. അപ്പോൾ എരിവില്ലാതെ അവന് സാമ്പാറുണ്ട്. അപ്പോൾ ദോശയും സാമ്പാറുമാണ് രാവിലത്തേക്ക് കൊടുത്തു വിടുന്നത്. അതിനുള്ള ചോറാണ്. ഇന്നിപ്പോൾ ചോറും സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഞാൻ കുറച്ച് എടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മീനും രസമാണ് അവന് മെയിൻ. രസം കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം എരിയിടാതെയാണ് കേട്ടോ. ഇച്ചിരി കുരുമുളക് മാത്രം ഇതിൽ ചേർത്തിട്ടുണ്ട്. ബാക്കി എല്ലാ പൊടിയും ചേർത്തിട്ടുണ്ട്. മുളക് പൊടി ഇട്ടിട്ടില്ല. അപ്പോൾ ഇതൊന്ന് ലീക്കാവാതിരിക്കാൻ വേണ്ടി ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. ഇത് അവനുള്ള മീനാണ്. അതൊന്ന് മുള്ളെല്ലാം കളഞ്ഞിട്ട് ഒന്ന് പീസ് മാത്രമായിട്ടാണ് വയ്ക്കുന്നത്. മോൻ്റെ ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട്. മോന് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചോറും രസവും ഞാൻ ഒരു കവറിലാക്കിയാണ് ലഞ്ച് ബാഗിനകത്ത് വെച്ചത്. ബ്രേക്ക്ഫാസ്റ്റും വെച്ചു, വെള്ളവും വെച്ചു. അവൻ സ്കൂൾ വണ്ടിയിൽ നിന്ന് പോയി. എനിക്കും ഡ്യൂട്ടിക്ക് പോകാൻ ടൈമായി. അപ്പോൾ ഞാനും റെഡിയാവുന്നു. ഹസ്ബൻഡും പോയി. അത് കഴിഞ്ഞ് ഞാനും റെഡിയായി ഫുഡ് കഴിക്കുവാണ്, ദോശയും സാമ്പാറും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.